ബിഗ് ബോസ് സീസണുകളിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു സെഷനാണല്ലേ ഫാമിലി വീക്ക്. ബിഗ് ബോസ് മലയാളം സീസൺ 5 അഖിൽമാരാരുടെ ഫാമിലി വന്നതും നാദിറ മെഹറിൻ്റെ അനിയത്തി വന്നതുമൊക്കെ സത്യത്തിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടല്ലേ. അങ്ങനെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫാമിലി വീക്ക് മാമാങ്കത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഫാമിലി വീക്കിൻ്റെ ആദ്യ ദിവസമായ ഇന്ന് അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും കുടുംബമാണ് വീട്ടിലേക്ക് കയറിയിരിക്കുന്നത്. ബിന്നിയുടെ ഫാമിലി അടുത്ത് തന്നെ കയറും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബിന്നിയുടെ ഹസ്ബൻഡ് നോബിൻ ബിഗ് ബോസ് വീട്ടിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അകത്തേക്ക് പ്രധാന വാതിലൂടെ ബിഗ് ബോസ് കടത്തി വിട്ടിട്ടില്ല. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെയും നോബിൻ വീട്ടിലേക്ക് കയറിയിട്ടില്ല. തീർച്ചയായും ഇന്ന് നോബിൻ്റെ എൻട്രി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിനാടകീയമായ ചില രംഗങ്ങളൊക്കെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിരുന്നു. നമ്മുടെ അനീഷ് ഇന്ന് കുഴഞ്ഞു വീണിരുന്നു. ഫാമിലി വീക്കിൻ്റെ ആ ഒരു ഇടയ്ക്ക് അനീഷ് കുഴഞ്ഞു വീഴുകയായിരുന്നു. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ആയതുകൊണ്ടും 7ൻ്റെ പണി ആയതുകൊണ്ടും ഫാമിലി വീക്കിലും ബിഗ് ബോസ് ഈ ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഷാനവാസിൻ്റെ ഭാര്യയും മകളും ആദ്യം വീട്ടിൽ പ്രവേശിക്കുകയായിരുന്നു. അല്പസമയം കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെ അമ്മയും സഹോദരനും വീട്ടിലേക്ക് കയറുന്നു. എന്നാൽ രണ്ട് ഫാമിലിയും വീട്ടിലേക്ക് കയറുന്ന സമയത്ത് അനീഷിനും ഷാനവാസിനും ഫാമിലിയുടെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. അതായത് 7ൻ്റെ പണിയുടെ ഭാഗമായി ബിഗ് ബോസ് ഒരു ടാസ്ക് ഇരുവർക്കും കൊടുക്കുന്നു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ തങ്ങൾക്ക് അവരുടെ വീട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആക്ടിവിറ്റി ഏരിയയിൽ നിന്നുകൊണ്ട് അനീഷും ഷാനവാസും പ്ലാസ്മ ടി വിയിലൂടെ തങ്ങളുടെ വീട്ടുകാർ വരുന്നത് ഫാമിലി വരുന്നത് പ്ലാസ്മ ടി വിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെ ായിട്ട് പറയുകയാണ്. എന്തായാലും ടാസ്ക് ആരംഭിച്ച സമയം മുതൽ തന്നെ ഷാനവാസിനും അനീഷിനും നല്ല രീതിയിലുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും അത്രയധികം പരിഭ്രാന്തിയോടുകൂടിയാണ് ആ ഒരു ടാസ്ക് ആരംഭിച്ചത്. കാരണം തങ്ങളുടെ ഫാമിലി തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാനോ അവരെ ഓടിപ്പോയിന്ന് കെട്ടിപ്പിടിക്കാനോ പോലും പറ്റാത്ത ആ ഒരു നിസ്സഹായ അവസ്ഥ. അതാണ് 7ൻ്റെ പണി എന്നത് സത്യത്തിൽ നമുക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഷാനവാസ് ആദ്യം തന്നെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ അല്പസമയം കഴിഞ്ഞിട്ടും ഏറെ നേരം വൈകിട്ടും അനീഷിന് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം ബിഗ് ബോസ് മറ്റൊരു ടാസ്ക് കൂടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ ഒരു രണ്ടാമത് കൊടുക്കുന്ന ടാസ്കിലാണ് ഏറെ സമയം വൈകിട്ടാണ് അനീഷ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബിഗ് ബോസ് പറയുകയാണ് ഇനി അനീഷിന് വീട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലാം എന്ന് പറയുമ്പോഴും അനീഷ് അവിടെ തളർന്നിരിക്കുകയാണ്. അങ്ങനെ തളർന്ന് കുഴഞ്ഞ പരവശനായ അനീഷിൻ്റെ അടുത്തേക്ക് അനീഷിൻ്റെ അമ്മയോടും സഹോദരനോടും ചെല്ലാനായിട്ട് ബിഗ് ബോസ് പറയുകയാണ്. ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോവാനായിട്ട് പറയുന്നു. അങ്ങനെ അമ്മയെ കണ്ടതോടുകൂടി അനീഷ് പൊട്ടിക്കരയുകയാണ്. ചെറിയൊരു കുഞ്ഞിനെ പോലെ അവിടെ നിന്നുകൊണ്ട് നിഷ്കളങ്കമായി അനീഷ് പൊട്ടിക്കരയുകയാണ്. സത്യത്തിൽ ഈ ഒരു ടാസ്ക് അല്പം കടുകട്ടിയായ ഒരു ടാസ്ക് തന്നെയാണ് എന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഫാമിലി വീക്കിൽ ഈ ഒരു ടാസ്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ എന്നെനിക്ക് ഇപ്പോൾ തോന്നുന്നു. കാരണം അത്രയധികം പരിഭ്രാന്തരായ അല്ലെങ്കിൽ അത്രയധികം ടെൻഷനായ ഒരു അവസ്ഥയിലായിരുന്നു ഷാനവാസും അനീഷും. അല്പസമയത്തോടുകൂടി ബിന്നിയുടെ ഹസ്ബൻഡ് നോബിൻ വീട്ടിലേക്ക് കയറും എന്നുള്ളതാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. നൂറ കൊടുത്തിരിക്കുന്ന പ്രത്യേക ഒരു പവർ വെച്ചുകൊണ്ട് തന്നെ ബിന്നിയുടെ ഹസ്ബൻഡിന് വീട്ടിൽ ഒരാഴ്ച തങ്ങാനുള്ള ഒരു അവസരം കൂടി ബിഗ് ബോസ് ഒരുക്കുന്നുണ്ട്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ഷാനവാസിൻ്റെയും അനീഷിൻ്റെയും ഫാമിലി വന്നതിന് ശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഹിൻറ്റുകൾ കൊടുത്തു അല്ലെങ്കിൽ അവിടെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ളൊരു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.